യഥാർത്ഥത്തിൽ ഇതിൽ ഇതൊരു എന്താ പറയുക വലിയ തർക്ക വിഷയമാക്കണ്ട എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. എന്നാൽ ഏറ്റവും അഫ്ദലായത് ഞാൻ പറയാം. ഏറ്റവും അഫ്ദലായത് ഇമാമിനോടൊപ്പം പൂർണ്ണമായി നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ സല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല. ഇമാമ് പിരിയുന്നത് വരെ ഇമാമിനോടൊപ്പം ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച കൂലിയുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയും, ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പള്ളിയിൽ തറാവീഹ് ജമാഅത്തായിട്ട് നടക്കുമ്പോൾ ഇമാമ് വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിനോടൊപ്പം കൂടുക. ഇമാമ് സലാം വീട്ടുമ്പോൾ സലാം വീട്ടുകയും ചെയ്യാം. എന്നിട്ട് പോയിട്ട് അവർ ഉറങ്ങി തഹജ്ജുദ് നിസ്കരിക്കണം തോന്നിയാൽ പിന്നെ എണീറ്റിട്ട് അവർ ഈരണ്ടേ നിസ്കരിക്കാവും. എന്നുവെച്ചാൽ രാത്രി നമസ്കാരം ഒറ്റയിൽ അവസാനിക്കണം. അപ്പോൾ ഇമാമിനോടൊപ്പം 11 21 നിസ്കരിച്ച ഒരാൾ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും രാത്രി എണീറ്റ് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എന്തായി? 13 അല്ലെങ്കിൽ 23. പിന്നെയും 2 അങ്ങനെ ഒറ്റയായിട്ടാണ് അവസാനിക്കുക. ഒരു വഴി അതാണ്. രണ്ടാമത്തെ വഴി ഇമാമിനോടൊപ്പം പൂർണ്ണമായിട്ട് നിസ്കരിക്കുക. ഇമാമ് സലാം വീട്ടിയാൽ സലാം വീട്ടാതെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു റക്അത്തും കൂടി നിസ്കരിക്കുക. അപ്പോൾ എന്തായി? വിത്ർ അവിടെ ശഫായി, ഇരട്ടിയായിട്ട് അവസാനിച്ചു. പിന്നെ അയാൾ വിത്ർ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അയാൾ സ്വാഭാവികമായും തഹജ്ജുദിന് എണീറ്റാൽ അയാൾക്ക് നിസ്കരിക്കാം അവസാനം ഒരു റക്അത്തെ വിത്ർ ചെയ്യും. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ മൂന്നാമത്തെ ഒരു വഴിയാണ് ഇപ്പോൾ കാണുന്നത്, 8 റക്അത്തോ മറ്റോ 10 റക്അത്തോ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വോക്കൗട്ട് നടത്തുക. എന്നിട്ട് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കും, വിത്റൊക്കെ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ഹദീസിൻ്റെ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെടും. ഒന്ന്. രണ്ടാമത്തത്, അതിലൊരു പള്ളിയിലൊരു തെശ്വീശ് ഉണ്ടാക്കും. അത് കുറേ ആളുകൾ ഒന്നിച്ചങ്ങ് പോകുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ചില ആളുകളൊക്കെ കിട്ടിയ ചാൻസിന് പള്ളിയിൽ നിന്ന് മുങ്ങാനുള്ളൊരു അവസരമായിട്ട് കൊടുക്കും. ഇനി മതി നിസ്കരിച്ചത് മതി. തുടക്കത്തിലൊക്കെ ഉള്ള ആവേശം പിന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പുതിയ അതിന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത വാപ്പാനും ഉമ്മാൻ്റെയൊക്കെ പേരിൽ ആൾ കാണട്ടെ എന്നൊക്കെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ കിട്ടിയ ചാൻസിന് മുങ്ങാനുള്ള ഒരവസരമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും അഫ്ദൽ. ഇനി ഒരാളങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അത് ഹറാമൊന്നല്ല, അതും അനുവദനീയമാണ്.